നല്ലൊരു ഏത്തക്ക ബോളിയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ ഇതുകൊണ്ട് നല്ലതുപോലെ നല്ല പഴുത്ത ഏത്തക്ക ഇതുപോലെ എടുത്ത് ഞാൻ ഓരോ ഏത്തക്ക 3ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒത്തിരി കട്ടിക്ക് ഇരുന്നാൽ നമ്മൾ വേവാതെ പോകും. അത് കാരണം ഇതിൻ്റെ ഒരു ഏത്തക്ക നമുക്ക് 3ആയിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കാം. ഇനി ഞാൻ 1 കപ്പ് മൈദാമാവ്, നല്ലൊരു വലിയ കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനിപ്പോൾ ഒരു വലിയ സ്പൂണ് പഞ്ചസാര പൊടിച്ചത് ചേർക്കുവാണ്. നമുക്കൊരു ചെറിയ 2-3 ഏലക്കപ്പൊടി ചേർക്കാം. ഒരു പിഞ്ച് നമുക്ക് ബേക്കിംഗ് പൗഡറും ചേർക്കാം. ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർക്കാം. ഇനി ഞാനൊരു ശകലം നമുക്ക് മഞ്ഞൾ ചേർക്കുവാണെങ്കിൽ നല്ലതാണ്. ഏത്തക്ക ബോളിയൊക്കെ ഒരു കളറ് കിട്ടും. ഞാനൊരു നുള്ളു മഞ്ഞളും കൂടിയും ചേർക്കുവാണ്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഇച്ചിരി വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് ആദ്യം ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒത്തിരി നീണ്ടു പോവല്ലേ. നമ്മൾ ഏത്തക്ക മുക്കുമ്പം നല്ലതുപോലെ മാവ് ഏത്തക്കയിൽ പിടിച്ചിരിക്കണം. ആ കണക്കിന് കുഴച്ചെടുക്കണം. ഇതുകൊണ്ട് ഇതുപോലെ ഈ അയവിൽ ഇരുന്നാൽ മതി നമ്മുടെ മൈദാമാവ്. നമുക്കിനി ഓരോന്നായിട്ട് ഇത് മുക്കി ഞാനൊരു പാനിനകത്ത് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി ഏറെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊരു പാനിനകത്ത് എണ്ണ ഒഴിച്ച് ചൂടാക്കാം. പിന്നെ ഇത് ഓരോന്ന് നമുക്ക് മുക്കി വറുക്കാം. പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണയും നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് എണ്ണയ്ക്കകത്ത് ഓരോന്നിട്ട് വറുത്തെടുക്കാം. നമുക്ക് 2 സൈഡും ഒന്ന് മറിച്ചിട്ട് നല്ലതുപോലെ ഒരു സ്ലോ ഫ്ലെയിമിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. 2 സൈഡും ഒന്ന് മറിച്ചിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് വെക്കാം. ഇതിപ്പോൾ 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഒരു 4-5 മിനിറ്റും കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടും. നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് എടുക്കാം. നമ്മളെപ്പോഴും വറുത്തെടുക്കുന്ന സാധനമൊക്കെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് എടുക്കുകയാണെങ്കിൽ കൂടുതലുള്ള എണ്ണയൊക്കെ അതിനകത്തോട്ട് വലിഞ്ഞു പോകും. ഒരു പ്ലേറ്റിലോട്ട് ഇത് എടുക്കാം. രണ്ടേത്തക്ക ഞാനിങ്ങനെ ചെറുതായിട്ട് വട്ടത്തിലും കണ്ടിച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടാണെങ്കിൽ ഏത്തക്ക ബോളി ഉണ്ടാക്കുമ്പോൾ പെറുക്കി തിന്നാൻ വളരെ നല്ലതാണ്. അതാണ് ഞാൻ 2 ഏത്തക്ക ഒന്ന് ചെറിയതായിട്ട് വട്ടത്തിൽ കണ്ടിച്ചിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഈ ചെറിയ ഏത്തക്ക ബോളി റെഡി ആയിട്ടുണ്ട്. എല്ലാം നമ്മളിങ്ങനെ ഇത് കൊണ്ട് ഓരോന്ന് സിംഗിളായിട്ട് കിടക്കുമ്പോൾ ചായയുടെ കൂടെയൊക്കെ പെറുക്കി തിന്നാൻ നല്ലൊരു രസം വരും. നമുക്ക് ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പം എണ്ണയ്ക്കകത്തൊന്ന് മാറ്റാം. നമ്മുടെ ഏത്തക്ക ബോളി നല്ല റെഡി ആയിട്ടുണ്ട്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.